പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്നത് അത്ര നല്ലതല്ല കാവ്യ. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. ഹോസ്റ്റലിൽ നിന്നാ ഞാൻ പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുന്നത് വേറെ, തനിയെ പുറത്തേക്ക് പോകുന്നത് വേറെ. എന്ത് വേറെയെന്ന്? എല്ലാത്തിനും വേണ്ടെന്ന് പറയുന്നു. അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങൾ എന്റെ ആരാ? കാവ്യ, നോക്ക് ചെറിയച്ച, എനിക്ക് പെയിന്റിംഗ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ ചെറിയമ്മ വേണ്ടെന്ന് പറയുന്നു. വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് വഴി പെയിന്റിംഗ് പഠിക്കാൻ പറ്റുന്നതല്ലേ? അതിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. പോന്നേൽ എന്ത് തെറ്റാ അബി? നീ എന്താ വസുവിനെ പോലെ സംസാരിക്കുന്നേ? ഇളയമ്മേ, അവൾ ആലോചിച്ചാ സംസാരിക്കുന്ന. നിങ്ങളാണ് ഒന്നും ചിന്തിക്കാതെ സംസാരിക്കുന്നത്. അവൾക്ക് പെയിന്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അബി. അമ്മേ, അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോഴും പുറത്തുള്ള സാഹചര്യം അത്ര ശരിയല്ല. കോളേജിലും ഹോസ്റ്റലിലുള്ള സേഫ്റ്റി പുറത്ത് പ്രൈവറ്റ് ക്ലാസ്സുകളിൽ ഉണ്ടാവില്ല. നീ പറയുന്നത് ശരിയാണല്ലോ അബി. എല്ലാം ആലോചിച്ചിട്ടാ വസു പറയുന്നതെന്ന് തോന്നുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ചോ മോളെ. എന്നോട് പെയിന്റിംഗ് പഠിക്കണ്ടെന്ന് പറയുന്നു, പാചകം പഠിക്കാൻ പറയുന്നു. എനിക്കെന്താ ഫ്രീഡം ഇല്ലേ? ഞാനിപ്പോ ഈ വീട്ടിലേക്ക് വരണ്ടായിരുന്നു. ആവശ്യമില്ലാതെ കാവ്യെ കഷ്ടപ്പെടുത്തുകയാണോ എന്തോ. അവളെ ക്ലാസ്സിൽ അയക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഫ്യൂച്ചറിൽ നമ്മൾ വിഷമിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് വിഷമിച്ചാലും കുഴപ്പമില്ല അമ്മേ. ഭാസ്കറിനും ഭാവനയ്ക്കും ഫീലായെന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിലായത് അവർക്ക് മനസ്സിലാവില്ലെന്നാണോ? വസുന്ധര പറഞ്ഞതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇവള് മോശക്കാരിയല്ല, കാവ്യയും മോശക്കാരിയല്ല. ഇവർക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കിയ കാര്യങ്ങൾ വേറെ റേഞ്ചിലേക്ക് പോകും. നീ എന്താ ചെയ്യുന്ന കാവ്യ? ഞാൻ ഹോസ്റ്റലിലേക്ക് തിരികെ പോവാ ഡാഡി. വന്നിട്ട് 2 ദിവസം പോലും ആയില്ല. അതിനിടയ്ക്ക് ഹോസ്റ്റലിലേക്ക് പോവാന്ന് പറഞ്ഞ് 2 തവണ ഭീഷണി മുഴക്കി. നിനക്ക് വീട്ടിൽ നിൽക്കണമെന്നില്ലേ? അതിനിതൊരു വീടാണോ? നരകം പോലെയുണ്ട്. ഈ വീട് നിനക്ക് നരകമാണെന്നോ? സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്ഥലം നരകമല്ലേ ഡാഡി? ഈ വീടിന്റെ കാലം എന്റെ ഹോസ്റ്റൽ എത്രയോ ബെറ്റർ. ആരോട് സംസാരിച്ചാലും എന്റെ വാർഡൻ ഒന്നും പറയില്ല. കോളേജിലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ പോലും ഇത്രയ്ക്കും റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. ഒരിടം ഇല്ലാത്ത റൂൾസും കണ്ടീഷൻസും ഈ വീട്ടിൽ മാത്രം ഉള്ളത്. ഇവിടെ എനിക്ക് ഒരു ഫ്രീഡം ഇല്ല. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരികെ പോകുന്നേ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഇനി എന്ത് പറ്റാനാ അമ്മേ? അവര് ഈ വീടിന്റെ വാർഡനാണോ അതോ പ്രിൻസിപ്പളാണോ? ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ അവരാണോ ഡിസൈഡ് ചെയ്യുന്ന അച്ഛാ? ഈ വീട്ടിലെ മുതിർന്ന ആള് മുത്തശ്ശിയും മുത്തശ്ശനും ആണോ അതോ അവരാണോ? ഈ വീട്ടിലെ മൂത്ത മകനും മരുമകളും നിങ്ങൾ രണ്ടുപേരും ആണോ അതോ ചെറിയച്ഛനും ചെറിയമ്മയാണോ? അങ്ങനെയല്ല മോളെ. ഹോളിഡേയ്സിൽ വീട്ടിൽ വെറുതെ ഇരിക്കാതെ എക്സ്ട്രാ സ്കിൽസ് പഠിക്കാനായിട്ട് ഞങ്ങളുടെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ പെയിന്റിംഗ് പഠിക്കാന്ന് ഞാൻ വിചാരിച്ചത്. മുത്തശ്ശിയോട് ചോദിച്ചു, ഓക്കെ എന്നും പറഞ്ഞു. നിങ്ങളും അതിന് ഒബ്ജക്ഷൻ പറഞ്ഞില്ല. അവരെന്തിനാ തടസ്സമായിട്ട് നിൽക്കുന്നേ? അവർക്കതിന് എന്ത് റൈറ്റ്സാ ഉള്ളത്? അഭിചറിയച്ചനാണെങ്കിൽ അവരെയാ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ സൈലന്റ് ആയി നിൽക്കുന്നു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണം?
ദേ നോക്ക്, പെൺകുട്ടികളെ തനിച്ച് പുറത്തേക്ക് അയക്കേണ്ടെന്ന് വിചാരിച്ച അവരങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോഴും ഏത് കാലത്തിലാ ജീവിക്കുന്നേ? ഒരു കാലത്തിൽ പെൺകുട്ടികൾ അടുക്കളയിൽ മാത്രമായിരുന്നു. ഇപ്പോ സ്ത്രീകൾ സ്പേസിൽ വരെ പോകും. സ്ത്രീകൾ ഇല്ലാത്തൊരു ഇൻഡസ്ട്രി അമ്മയ്ക്ക് പറയാൻ കഴിയോ? ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും സ്ത്രീകളുണ്ട്. ആസ്ട്രോനോട്ട്സ് ആയി സ്ത്രീകളൊക്കെ സ്പേസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഒരു ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടി അടുത്തുള്ള പെയിന്റിംഗ് ക്ലാസ്സിലേക്ക് പോലും പോകാൻ പറ്റില്ലേ? ഞാൻ മുന്നേറുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പോട്ടെ, ജനിച്ചപ്പോ മുതലേ ഞാൻ ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കുന്നത്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. ഇല്ല കാവ്യേ, എന്നാലും ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊന്നും ഒരു ടെൻഷനും ഇല്ല അച്ഛാ. അവര് നിങ്ങളെ വെറുതെ ടെൻഷൻ അടുപ്പിക്കുന്നതാ. നിങ്ങൾക്കില്ലാത്ത പേടിയൊക്കെ അവർ ഇൻജെക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നതാ. ഞാൻ ഒന്നിനും കൊള്ളാത്തവളാകുവാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാ. അവരൊരു സൈക്കോ, സാഡിസ്റ്റ്. മര്യാദയില്ലാതെ വലിയവരെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് കാവ്യ. എനിക്ക് മര്യാദയ്ക്ക് അറിയാച്ച, അവർക്ക് അറിയാത്തത്. അതുകൊണ്ടാ മുത്തശ്ശിയുടെ വാക്കൊന്നും അവര് വകവെക്കാത്തത്. മുത്തശ്ശിയെക്കാലം അധികാരം ഉണ്ടെന്ന് അവരുടെ വിചാരം. എന്നെ അവരുടെ കൺട്രോളിൽ വെക്കണമെന്ന് അവരുടെ ആഗ്രഹം. ഐ കാൻ ഡാഡ്. നിങ്ങൾ പറഞ്ഞാ ഓക്കെ, വല്ലവരും പറയുന്നൊക്കെ ഞാൻ എന്തിനു കേൾക്കണം? അതുകൊണ്ടാ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരികെ പോകുന്നത്. എന്നെ പോകാൻ വിട് പ്ലീസ്. നീ പൊയ്ക്കോ കാവ്യ. ഹോസ്റ്റലിലേക്കല്ല, പെയിന്റിംഗ് ക്ലാസ്സിലേക്ക്. മമ്മി, നിന്റെ ആഗ്രഹങ്ങളെ നീ തടയണ്ട. നിനക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അത് ചെയ്യ്. ആരാ തടസ്സം നിൽക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഭാവന ഈ പറയുന്നേ? വേണ്ടേട്ടാ, വരുന്നവരും പോകുന്നവരും ഒക്കെ നമ്മുടെ മോളെ എന്തിനാ കൺട്രോൾ ചെയ്യുന്നേ? അവള് സന്തോഷമായിട്ടിരിക്കാൻ എവിടെ വന്നത്, അതങ്ങനെ ആവട്ടെ. താങ്ക് യു മമ്മി, താങ്ക് യു സോ മച്ച്. അപ്പോ ചെറിയമ്മയ്ക്ക് അമ്മയെ വെച്ച് തന്നെ ചെക്ക് വെക്കാം. അബി, എന്താ അമ്മേ? നിന്നോടൊന്ന് സംസാരിക്കണം മോനെ. പറഞ്ഞോ അമ്മേ. വസുന്ധര എവിടെ? മോളെ വസു, നിന്റെ അമ്മായി വിളിക്കുന്നു, താഴേക്ക് ഇറങ്ങി വാ. ആ വാ 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 വാ. എന്താ അമ്മേ? ഓരോരുത്തരോടും ഒറ്റയ്ക്ക് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ എല്ലാവരെയും വിളിച്ചു നിർത്തി ചോദിക്കുന്നേ. കാവ്യയുടെ കാര്യത്തിൽ വസു കുറച്ച് കൂടുതൽ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നുണ്ട്. അതിൽ കാവ്യയ്ക്കും ഭാവനയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ചാടിക്കേറി തലയിടാൻ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരുന്നാ പിന്നെ ആർക്കാരും സങ്കടമില്ലാതിരിക്കോ? ഇവൾ എന്ത് പറഞ്ഞാലും അത് നല്ലതിനായിരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? നീ പറയുന്ന കേട്ടാ തോന്നും നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ നല്ലതും ചീത്തയും തിരിച്ചറിയാനാകൂ, ഞങ്ങൾക്കൊന്നും അറിയില്ലാന്ന്. ഞാൻ ഏട്ടന്റെ ഭാര്യയായിട്ട് പറഞ്ഞതല്ലേ ഇളമ്മേ, ഒരു ചെറിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞതാ. അവളോട് സംസാരിക്കാൻ ഞാനുണ്ട്, അവളെ പ്രസവിച്ച അമ്മയുണ്ട്. അപ്പൊ ഇവളെന്താ മൂന്നാമതൊരാളാണോ? അവള് മൂന്നാം സ്ഥാനക്കാരിയൊന്നല്ല,
പക്ഷേ കാവ്യെ 3ാം സ്ഥാനക്കാരിയായിട്ട് കാണാൻ ശ്രമിക്കുക. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിന് കാവ്യയോട് നല്ലതും ചീത്തയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം? ഇനി മുതൽ നീ ഒന്നും പറയേണ്ട വസു. കാവ്യയോട് എന്തുണ്ടെങ്കിലും ഞാൻ തന്നെ പറഞ്ഞോളാം. കാവ്യക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് ഭീ. അവളുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞ് അവളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണോ എന്നൊരു തോന്നൽ. ഇപ്പോൾ പറഞ്ഞാലെങ്കിലും വസുവിന് മനസ്സിലാവൂന്നുള്ളതുകൊണ്ടാ പറയുന്നേ. അബി, നീയും വസുവിനു വേണ്ടി ഇങ്ങനെ വാദിക്കാതിരുന്നാൽ നല്ലതായിരിക്കും. നിന്നോട് കാവ്യക്ക് നല്ല ബഹുമാനമുണ്ടെന്ന് അറിയാലോ അബി. അവസാനമായിട്ട് അമ്മ എന്താ പറയുന്നത്? ഇനി എന്തു പറയാൻ അബി? കാവ്യ പെയിന്റിംഗ് ക്ലാസ്സിന് പോവാൻ വേണ്ടി ഇരിക്കുക. നീയും നിന്റെ ഭാര്യയും എടങ്കോലിടണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് പെയിന്റിംഗ് ഒരുപാട് ഇഷ്ടമാണ് ചെറിയച്ഛ. ചെറിയച്ഛനാണെങ്കിൽ വേണ്ടെന്ന് പറയുന്നു. അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്നോട് പെയിന്റിംഗ് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കാവ്യ. തനിച്ച് പുറത്തു പോകുന്നത് നല്ലതല്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്താടി, നീ ഓഫീസിലൊന്നും പോവാറില്ലേ? ഈവൻ ചെയ്യാറില്ലേ? അബി നിന്റെ കൂടെ വന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോവാറില്ലേ? നീ പുറത്തു പോയാ നല്ലത്. കാവ്യ പോയാൽ അത് തെറ്റാവോ? വസു വന്നത് നമ്മുടെ ഓഫീസിലേക്ക് ഇളയമേ. അതുമല്ല, അവളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. കാവ്യ പുറത്തു പോയിന്ന് വെച്ച് എന്ത് സംഭവിക്കാൻ അബി? എല്ലാ കാര്യത്തിലും പുരോഗമന ചിന്തയുള്ള നീ ഇങ്ങനെ സംസാരിച്ചാലോ അബി? പുറത്തൊക്കെ ഏട്ടനെ പോലെ നല്ല മനസ്സുള്ള ആൺപിള്ളേര് വളരെയധികം കുറവാണമ്മേ. പെൺകുട്ടികളെ നല്ല രീതിയിൽ കാണുന്ന ആൾക്കാര് വളരെ കുറവാ. ഹോസ്റ്റലിലും കോളേജിലും കിട്ടുന്ന സേഫ്റ്റി പെൺകുട്ടികൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിലും കിട്ടിയെന്ന് വരില്ല. അവരുടെ സുരക്ഷിതത്വം അവരിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കാവ്യയോട് ഞങ്ങൾ പുറത്തു പോകണ്ടെന്ന് അമ്മയെ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ശരി, ഇനി അവൾക്ക് പെയിന്റിംഗ് പഠിച്ചേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഒരു പെയിന്റിംഗ് സാറിനെ നമുക്ക് വീട്ടിൽ വിളിച്ച് പഠിപ്പിക്കാം. അതെ അബി, ഇത് നല്ല കാര്യമാണല്ലോ. കാവ്യക്ക് പെയിന്റിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹം അല്ലാതെ പുറത്ത് കറങ്ങണമെന്നുള്ള ആഗ്രഹം ഇല്ലല്ലോ. എന്താ മോളെ കാവ്യ? മാസ്റ്റർ വീട്ടിലേക്ക് വരുത്തട്ടെ? വീട്ടിലിരുന്ന് പെയിന്റിംഗ് പഠിച്ചോ, അതുപോലെ. ശരി മുത്തശ്ശി. അമ്മേ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല അബി. കാവ്യയുടെ പ്രോബ്ലം സോൾവ് ആയി. ഇപ്പൊ എനിക്ക് സന്തോഷമായി. ഏട്ടത്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, ഒന്നുമില്ല അബി. എന്നെന്തിനാ നോക്കുന്ന അബി? ഞാനെന്ത് പറയാനാ? പറയാനായിട്ട് ഞാനാരാ? പുറത്ത് പോയി രാഹുലിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചതാ. ഈ ചെറിയച്ഛനും ചെറിയമ്മയും കൂടെ എല്ലാം നശിപ്പിച്ചല്ലോ. ഇനി രാഹുലിനോട് എന്തു പറയും?
എന്താട്ടാ എങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നെ? അത് തുമ്മല് വന്നോണ്ട് തുമ്മി. എന്താ ഇങ്ങനെ നിർത്താതെ തുമ്മിക്കൊണ്ടിരിക്കുന്നെന്ന് ചോദിച്ചേ? അത് ചെറിയ കോൾഡ് അടിച്ചെന്ന് തോന്നുന്നു. ഇത്ര നേരമായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എങ്ങനെ ജലദോഷം പിടിപെട്ടെ? ഇതൊക്കെ പറഞ്ഞിട്ടാണോ വരുന്നേ? ഏട്ടനെങ്ങാനും തണുത്ത വെള്ളത്തിൽ കുളിച്ചായിരുന്നോ? എന്തിനാ അങ്ങനെ കുളിക്കാൻ പോയത്? ജലദോഷം വരുമെന്ന് അറിയില്ലേ? നടക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ല, ഈ ചെറിയ തുമ്മലിനൊക്കെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോവോ? അപ്പോ അഖിലിനോട് പറഞ്ഞിട്ട് ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ പറയട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് 3 ദിവസത്തിനുള്ളിൽ മാറിക്കോളും. ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ എങ്ങനെയാ അസുഖം മാറുക? എന്ത് പറ്റി അമ്മേ? അച്ഛനെന്താ അമ്മ ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നത്? ജലദോഷം പിടിപെട്ടതാ. അങ്ങനെയാണോ? അപ്പൊ അമ്മ എന്ത് ചെയ്തോണ്ടിരിക്കുവാ? ഞാനെന്ത് ചെയ്യാനാ ഉണ്ണി? അച്ഛന്റെ തുമ്മലമ്മ മാറ്റിക്കൊടുക്കണം. എങ്ങനെ മാറ്റിക്കൊടുക്കാനാ? ഞാൻ കൊച്ചുകുട്ടിയല്ലേ, എന്നോടാണോ ചോദിക്കുന്നത്? വലുതായി കഴിഞ്ഞാ അതാകാം ഇതാകാന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുവല്ലേ. എന്നാ പിന്നെ ഒരു ഐഡിയ പറ. ഐഡിയ എന്ന് പറയുമ്പോ മുത്തശ്ശി വൈദ്യം. എന്നുവെച്ചാ അന്നൊരിക്കൽ അപ്പൂപ്പന് ജലദോഷം വന്നപ്പോ മുത്തശ്ശി അപ്പച്ചന് ആവി പിടിച്ചു കൊടുത്തില്ലേ, അതുപോലെ അമ്മ അച്ഛന് ആവി പിടിച്ചു കൊടുക്കണം. അതെ ഉണ്ണി, ആ കാര്യം ഞാൻ മറന്നേ പോയി. നിങ്ങൾ എന്ത് വൈദ്യം ചെയ്യാൻ പോവാ? വീട്ടുവൈദ്യം ഏട്ടാ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. അമ്മയ്ക്ക് നീ എന്ത് ഐഡിയ കൊടുത്തിരിക്കുന്നത്? വെയിറ്റ് അച്ഛാ, അച്ഛൻ കാണാൻ പോവല്ലേ? അതെന്താ നിനക്ക് പറഞ്ഞൂടെ? അച്ഛനത് അറിയാവുന്നതാ. എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇനി അറിഞ്ഞോളും. എന്റെ അടുത്ത് സസ്പെൻസോ? അതെ. ഉണ്ണി ഉണ്ണി, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ചെന്ന് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അച്ഛാ. ഏട്ടാ അങ്ങോട്ടൊന്നിരുന്നേ. അല്ല, താൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഇരിക്കാനല്ലേ പറഞ്ഞേ. എടോ, താൻ എന്താ ചെയ്യാൻ പോകുന്നേ? ഈ പൊതുപ്പ് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നേ? മൂടാൻ വേണ്ടിയാ. എന്തിന്? ആവി പിടിക്കാൻ വേണ്ടിട്ടാ. എന്താണോ ഇത്? അയ്യോ, വസുന്ധര. അയ്യോ, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, നന്നായിട്ട് ആവി പിടിക്കുക. വസു നന്നായിട്ട് നീറുന്നുണ്ട്.